വളരെ വലിയ ഒരു ദുരന്തമായിരുന്നു നടന്നത്. ഒരുപക്ഷെ ആ ഹോസ്റ്റൽ മുറികളിൽ ഒഴിഞ്ഞു കിടക്കുന്ന മേശകൾ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തിയതാണ് ആളുകളെ. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പുറത്തു വന്ന സംഭാഷണം വ്യക്തമാണ് എങ്കിൽ ആരാണ് ഈ ഇന്ധന സ്വിച്ച് ഓഫാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു സെന്റൻസിനും അപ്പുറത്ത് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ വികാരം വളരെ വലിയതാണ്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇതിന്റെ പിന്നിൽ വലിയ അട്ടിമറിയുണ്ട്. എങ്ങനെയാണ് അങ്ങേക്ക് അത് തോന്നുന്നത്? ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതിനകത്ത് ക്യാപ്റ്റൻ സ്റ്റീവിന്റെ വീഡിയോസ് നമ്മുടെ ഇവിടെ മാധ്യമങ്ങളെല്ലാം ഒരുപാട് ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് തുടക്കം മുതൽ. ക്യാപ്റ്റൻ സ്റ്റീവിന് ഒരുപാട് വർഷത്തെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റാണ്. പക്ഷെ ഒരു പൈലറ്റിന് ഒരു എഞ്ചിനീയറിംഗ് നോളജ് അത്രയധികം ഉണ്ടാവില്ല എന്നുള്ള ഒരു വിവരവും എനിക്കറിയാം. ഇവിടെ സംഭവിച്ചെന്ന് പറയാം, ക്യാപ്റ്റൻ സ്റ്റീവ് അന്ന് മുതൽ ഇദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് തോന്നി ഇത് പൈലറ്റിന് മിസ്റ്റേക്ക് ആണെന്ന് വരുത്തി തീർക്കാനായിട്ട്. അത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം ആവണമെന്നില്ല. ഇത് ബോയിങ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ആവശ്യമാണ്. ഇത് പൈലറ്റ് കാണിച്ച അട്ടിമറിയാണ്, അല്ലെങ്കിൽ മണ്ടത്തരമാണ്, മിസ്റ്റേക്ക് ആണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളത്. ഇത് എന്റെ ഒരു വളരെ ശക്തമായ ഒരു തിയറിയാണ്. ഞാൻ വെറുതെ സ്പെക്കുലേറ്റീവ് ആയിട്ട് പറയുന്നതല്ല. അങ്ങിപ്പോ ഉന്നയിച്ച ആരോപണത്തിന് എനിക്ക് തോന്നുന്നു ഒരുപാട് വ്യാപ്തിയുണ്ട്. കുറെ നാളുകൾക്ക് മുന്നേ തന്നെ അതിനോട് ആനുപാതികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു കമ്പനി ജീവനക്കാരന്റെ മരണം, അദ്ദേഹത്തിന്റെ ആരോപണം എല്ലാം ഉണ്ടായിരുന്നല്ലോ അതിന് പിന്നില്. എക്സാക്ട്ലി. കാരണം ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിമാനം ഒരു ടെക്നിക്കൽ മാർവലാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഏറ്റവും അധികം ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു വിമാനമാണ് ബോയിങ് 787. അതിനകത്ത് 100% അല്ലെ അവർ ഫുള്ളി ഇലക്ട്രിക്കൽ എന്നാണ് ഈ വിമാനത്തിനെ അവർ തന്നെ വിളിക്കുന്നത്. കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആണ്. പക്ഷേ ഈ വിമാനത്തിന് തുടക്കം മുതലേ ഒരുപാട് സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഉണ്ടായിട്ടുണ്ട്, സീരിയസ് സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആരുടെയോ ഭാഗ്യം കൊണ്ട് ഒരു ക്രാഷ് പോലും ഉണ്ടായിട്ടില്ല ഈ നമ്മുടെ ഈ ഒരു എയർ ഇന്ത്യയുടെ ക്രാഷിന് മുമ്പായിട്ട്. കാരണം ഈ ഉണ്ടായ ഗ്ലിച്ചസ് മുഴുവൻ ഒന്നിൽ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ലാൻഡിങ്ങിന്റെ സമയത്ത്, അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ടെസ്റ്റിങ്ങിന്റെ സമയത്ത് ഇത് കണ്ടുപിടിക്കപ്പെട്ടു. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഡിജിറ്റലി കൺട്രോൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പൊ ആധുനിക എഞ്ചിനിലെല്ലാം ഫാഡക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഫാഡക്കിന് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ചിട്ട് ഫാഡക്കാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇപ്പൊ പൈലറ്റ് അതിനകത്ത് ഈ സ്വിച്ച് ഓൺ ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്തു എന്നനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കൂടത്തിൽ ഇതിനകത്ത് ഫാഡക്ക് പ്രവർത്തിക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇതിനകത്ത് വേറൊരു സിസ്റ്റം ഉണ്ട്, ഫാഡക്കിന് ഇൻപുട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. വിമാനം ഗ്രൗണ്ടിലാണോ എയറിലാണോ ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അപ്പൊ ഗ്രൗണ്ടിലാണ്, അപ്പൊ എയർലി പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം ബൈ മിസ്റ്റേക്ക് സിസ്റ്റം എറർ കൊണ്ട് ഗ്രൗണ്ടിലാണെന്ന മെസ്സേജ് ഫാഡക്കിന് കൊടുത്തു കഴിഞ്ഞാൽ ഫാഡക്ക് ഉടനെ തന്നെ അതിന്റെ ഫ്യൂൽ വാൽവ് ഷട്ട് ഓഫ് ചെയ്യും. ഇത് ഞാൻ ഊഹിച്ചു പറയുന്നല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2019 ഒരു വിമാനം ലാൻഡ് ചെയ്യണ സമയത്ത്, ലാൻഡ് ചെയ്ത് ടച്ച് ഡൗൺ ചെയ്യുന്ന തൊട്ട് സമയത്ത് ഇത് ഗ്രൗണ്ടിൽ സ്റ്റേബിൾ ആണെന്നുള്ള ഒരു മെസ്സേജ് ബൈ മിസ്റ്റേക്ക് ഫാഡക്കിന് ചെല്ലും. ഫാഡക്ക് അതിന്റെ ഫ്യൂവൽ സപ്ലൈ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തു. പക്ഷെ അത് ഗ്രൗണ്ട് തറയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് ആ തൊട്ട് മുന്നേ ഉള്ള സമയത്തായതുകൊണ്ട് അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. ഇത് ഒരു ഇൻസിഡന്റ് ആണ്. അത് കൂടാതെ തന്നെ ഇതിനകത്ത് ത്രോട്ടിലിന്റെ പൊസിഷൻ, പൈലറ്റിന് ത്രോട്ടിലിന്റെ പൊസിഷൻ ഫാഡക്കിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിന്റെ ഒക്കെ മറ്റുള്ള വാഹനങ്ങളുടെ ആക്സിലേറ്റർ പോലെയുള്ള ഒരു സംവിധാനമാണ്. ഇത് മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ നീക്കുന്നത് അനുസരിച്ചിട്ടാണ് അതിന്റെ ത്രസ്റ്റ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഫുൾ ത്രോട്ടിലായിരിക്കും ടേക്ക് ഓഫ് സമയത്ത് ഈ വിമാനം പോകുന്നത്. പക്ഷെ ഫുൾ ത്രോട്ടിൽ പൊസിഷനെയും ഈ പറയുന്ന സിസ്റ്റം തെറ്റായിട്ട് ധരിച്ചത് ഐഡിയൽ ആർപിഎത്തിൽ ഏറ്റവും പുറകിലാണ് എന്നുള്ള ഒരു മെസ്സേജ് പാഡക്കിന് കൊടുത്തു കഴിഞ്ഞാൽ പാഡക്ക് ഉടനെ ഫ്യൂൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്യും. ഇങ്ങനെയും ഒരു ഇൻസിഡന്റ് ഈ വർഷം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷെ ഒരുപാട് ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിലായതുകൊണ്ട് പെട്ടെന്ന് ഈ വിമാനം 400 അടി താഴേക്ക് കുത്തുക ചെയ്തത്. പക്ഷെ ഒരുപാട് ഉയരത്തിലായതുകൊണ്ട് പൈലറ്റിന് പെട്ടെന്ന് അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ടെക്നിക്കലി ഇതിനകത്ത് ഗ്ലിച്ചസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ സാധ്യതകളെല്ലാം കൂടെ നമ്മൾ പരിശോധിക്കണം. പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ആരോപണമല്ല, ഒരു സത്യമാണ്. പക്ഷെ ആ സ്വിച്ച് ഓഫ് ചെയ്തു എന്നുള്ള റിപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? FDR എന്നാണ് കിട്ടുന്നത്, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ ഇതെല്ലാം ഓരോരോ സിഗ്നലായിട്ട് ഓരോരോ കോഡായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ വർത്തമാനം പറയുന്ന പോലെ സ്വിച്ച് ഓഫ് ചെയ്തു എന്നല്ല റെക്കോർഡ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഡീകോഡ് ചെയ്ത് എടുക്കണം. അപ്പൊ ഇപ്പൊ ഡിജിറ്റൽ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഈ സ്വിച്ച് ഫിസിക്കലി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂൽ ഷട്ട് ഓഫ് ആകും, ഒരു സംശയമില്ലാത്ത കാര്യം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സെൻസർ തെറ്റിദ്ധരിച്ചിട്ട് ഫാഡക്കിന് ഒരു സിഗ്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാഡക്ക് പോയിട്ട് ഫ്യൂൽ വാൽവിനെ ഷട്ട് ഓഫ് ചെയ്യും. അപ്പോഴും FDRൽ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ഈ സ്വിച്ച് ഓഫ് ആണെന്ന്. അപ്പൊ FDRൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഫ്യൂൽ വാൽവ് ഷട്ട് ഓഫ് ചെയ്തു എന്നുള്ളതാണ്, അല്ലാതെ സ്വിച്ച് ഫിസിക്കലി ഓഫ് ചെയ്തു എന്നല്ല. രണ്ടാമത്തെ കാര്യം, ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഈ
ഫ്യൂൽ സ്വിച്ചുകൾ എന്നൊക്കെ പറയുന്ന അതുപോലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്വിച്ചുകൾ നമ്മുടെ ഒരു വിരൽ കൊണ്ട് ചുമ്മാ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ആക്സിഡൻഷ്യൽ ഓപ്പറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ചുകളെ നമ്മൾ ആദ്യം പിടിച്ചൊന്ന് പൊക്കണം, ഉയർത്തണം ഇതിന്റെ നോബിനെ. എന്നാലേ അതിന്റെ ലോക്ക് റിലീസ് ആവുള്ളൂ. ഇതിനകത്ത് ഒരു ഓട്ടോമാറ്റിക് ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. ഈ ലോക്ക് റിലീസ് ആയി കഴിഞ്ഞാലേ സ്വിച്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രാഷ് ആയ സമയത്ത് ഈ വിമാനത്തിന്റെ ഈ സ്വിച്ച് റൺ പൊസിഷനിലാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ പൈലറ്റ് ഓഫ് ചെയ്തതാണെങ്കിൽ ഇതെങ്ങനെ റൺ പൊസിഷനിലായത് ക്രാഷിന് ശേഷം നോക്കുമ്പോൾ? അപ്പൊ പിന്നെ പറയുന്നുണ്ട് 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പൈലറ്റ് ഇതിനെ ഓൺ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, തിയറിറ്റിക്കലി അതൊക്കെ ശരിയാണെന്ന് വെക്കാം. ഈ സ്വിച്ചിന് 2018 ഫെഡറൽ ആവിയേഷൻ അതോറിറ്റി ഈ സ്വിച്ചിന് വേണ്ടിയിട്ട് ഒരു ഡയറക്റ്റീവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ സ്വിച്ചിന്റെ ലോക്കിംഗ് മെക്കാനിസം തന്നെ കേടാകുന്ന ഒരു പ്രശ്നം അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബോയിങ് 787 ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലായിടത്തേക്കും ഈ സ്വിച്ചിന്റെ ലോക്കിംഗ് മെക്കാനിസത്തിന്റെ കൃത്യത ഇടയ്ക്കിടയ്ക്ക് ഉറപ്പ് വരുത്തണമെന്നൊരു നിർദ്ദേശം കൊടുത്തു. ഇത് ശക്തമായ ഒരു നിയമമായിട്ടല്ല ഈ നിർദ്ദേശം കൊടുക്കുന്നത്, അതൊരു അഡ്വൈസറി ആയിട്ടാണ് കൊടുക്കുന്നത്. അഡ്വൈസറി ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, വേണ്ടെങ്കിൽ ഫോളോ ചെയ്യണ്ട, നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയിലെ ടെക്നിക്കൽ ടീം ഇത് ഫോളോ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഈ സ്വിച്ചിന്റെ ലോക്കിംഗ് മെക്കാനിസം കേടായി, കാലക്രമേണ രണ്ടും കേടാവുമല്ലോ, അതിനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ടേക്ക് ഓഫിന്റെ സമയത്തുള്ള വൈബ്രേഷൻ കാരണം ഇത് ഓഫിലേക്ക് തന്നെ പോയോ എന്നും നമുക്കറിയില്ല. അപ്പൊ ഈ പൈലറ്റിന്റെ തലയിൽ വെച്ച് കെട്ടി, കാരണം ഇനിയിപ്പോ മരിച്ചുപോയ പൈലറ്റിന് തിരിച്ചു വന്നിട്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്നൊന്നും പറഞ്ഞ് സ്ഥിരീകരിക്കാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പൊ സാധാരണ ഏവിയേഷൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷനിൽ കാണുന്ന ഒരു പ്രവണതയാണ് പൈലറ്റ് മരിച്ചെങ്കിൽ അതിന് തൊല്ലയില്ലല്ലോ, എല്ലാം കൂടെ അവരുടെ തല കൊണ്ട് വെച്ച്. ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ 100% ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു സംഭവമല്ല എല്ലാ സമയത്തും. ചില സമയത്തെങ്കിലും അതിനകത്ത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസും ചില ആളുകളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റും എല്ലാം കടന്നു വരാറുണ്ട്. ഞാനും ഒരു 5-6 ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷനോ ഇൻസിഡന്റ് ഇൻവെസ്റ്റിഗേഷനോ ഒക്കെ ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പരിചയമുള്ളത് കൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം അതുകൊണ്ട് ഇവിടെ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഈ ഒരുപക്ഷെ അവർ സംഭാഷണം നടത്തിയത് ഒരുപക്ഷെ ഈ ആ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടി ആയിരിക്കാം ഒരുപക്ഷെ, എനിക്ക് തോന്നുന്നു. കാരണം എങ്ങനെയാണ് ഈ സ്വിച്ച് ഓഫ് ആയത് എന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കാം ഒരുപക്ഷെ, അങ്ങനെ ആകാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കാം. ഇവിടെ ഒരു പൈലറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്, ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നു ആരാ ഇത് ഓഫ് ചെയ്തത്, അല്ലെ എന്തിനാ ഇത് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മറ്റേ പൈലറ്റ് പറയുന്നത് ഞാനല്ല എന്ന് പറയും. ആ സംഭാഷണം വേർഡ് ബൈ വേർഡ് എന്താണെന്നുള്ളത് വെളിവിട്ടിട്ടില്ല. അത് സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് അവർ വെളിവിടാറില്ല. അത് പെട്ടെന്നൊന്നും വെളിവിടില്ല. അതിന് ഒരുപാട് സെൻസിറ്റിവിറ്റി ഉള്ള ഒരു കാര്യമാണ്. ഈ പൈലറ്റുകൾ തമ്മിൽ മരിക്കാൻ നേരത്ത് സംഭവിക്കാവുന്ന ഒരു സംഭാഷണങ്ങളാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്ത് ഓഫ് ചെയ്ത കാര്യമാണ് ഇവിടെ പൈലറ്റ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില് ഈ പറഞ്ഞ പോലെ ഈ ലോക്കിംഗ് മെക്കാനിസം ഫെയിൽ ആയതുകൊണ്ട് സ്വിച്ച് ഓഫ് പൊസിഷനിൽ വന്നതാണോ നമുക്കറിയില്ല. ക്യാപ്റ്റൻ സ്റ്റീവിന്റെ വേറൊരു തിയറി ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഒരു എഞ്ചിൻ ഫെയിൽ ആയി കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ ഫ്യൂവൽ നമ്മൾ കട്ട് ഓഫ് ചെയ്യും. അത് നാച്ചുറലി അങ്ങനെ ചെയ്യും, വെറുതെ ലീക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് കൂടുതൽ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഫയർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം പൈലറ്റ് പാനിക് ആയിട്ട് മറ്റേ എഞ്ചിന്റെ ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്തു എന്നും ഒരു തിയറി സ്റ്റീവ് പറയുന്നുണ്ടായിരുന്നു. എനിവേ അതിൽ യാതൊരുവിധ സാധ്യതയില്ല. കാരണം എഞ്ചിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പല പാരാമീറ്റേഴ്സും FDR ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ വരും. അങ്ങനെയൊന്നും വന്നതായിട്ട് യാതൊരു റിപ്പോർട്ടും ഇല്ല. പിന്നെ ഈ പൈലറ്റ് പാനിക് ആകാൻ മാത്രം കൊച്ചു പിള്ളേരൊന്നുമല്ലല്ലോ, ഒരുപാട് എക്സ്പീരിയൻസ്, രണ്ടുപേർക്കൂടെ 19,000 മണിക്കൂർ പറന്നതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ വെറും ബാലിശമായ ഈ പൈലറ്റിന്റെ മിസ്റ്റേക്ക് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമുള്ള ഒരു ശ്രമമാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നിക്കലി ഞാൻ ഈ വിമാനത്തിൽ എക്സ്പേർട്ട് അല്ല, ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുമില്ല. പക്ഷെ എന്നിരുന്നാലും ഈ വിമാനത്തിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെ പറ്റിയിട്ട് ഒരുപാട് വിവരങ്ങൾ ബോയിങ് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനെല്ലാം സ്റ്റഡി ചെയ്തിട്ട്, ഇവരുടെ പാസ്റ്റ് ഇൻസിഡൻസിനെ എല്ലാം സ്റ്റഡി ചെയ്തിട്ട് ഞാൻ വേറൊരു ഇൻസിഡന്റ് പറയാം, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ഇതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച്, ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 400 അടി താഴേക്ക് വിമാനം വന്നു എന്നുള്ളത്, ഓട്ടോ പൈലറ്റിൽ പറക്കുന്ന വിമാനം. അപ്പൊ ഇതിന്റെ ത്രോട്ടിൽ പൊസിഷൻ കൺട്രോളർ എന്തോ മിസ്റീഡ് ചെയ്തിട്ടാണ് എങ്ങനെയാണെന്ന് അറിയില്ല, ഫാഡക്കിന് മെസ്സേജ് കൊടുക്കുകയാണ്, പിന്നെ ത്രോട്ടിൽ ഐഡിലാണെന്നോ അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് അത് വന്നത്. ഈ വിമാനം പെട്ടെന്ന് തന്നെ ഓട്ടോ പൈലറ്റ് ഡിസെൻഗേജ് ആയിട്ട് 400 മീറ്റർ താഴേക്ക് മൂക്ക് കുത്തി വരികയാണ്. പൈലറ്റ് ഇത് ഈ വർഷം ആദ്യം സംഭവിച്ചതാണ്. പൈലറ്റ് ഇത് ഐഡന്റിഫൈ ചെയ്തു, ഇമ്മീഡിയറ്റ്ലി പൈലറ്റ് റിയാക്ട് ചെയ്തു, ഓട്ടോ പൈലറ്റിൽ നിന്ന് അതിന്റെ കൺട്രോൾ തിരിച്ചെടുത്തിട്ട് ഇതിനെ സേഫ് ആയിട്ട് നോർമൽ ഓൾട്ടിറ്റ്യൂഡിൽ കൊണ്ടുപോയിട്ട് ഫ്ലൈയിങ് നടത്തി അത് ലാൻഡ് ചെയ്തു സേഫ് ആയിട്ട്.
പക്ഷേ ഈ മൂക്കുകുത്തി 400 മീറ്റർ താഴേക്ക് വരുമ്പോഴത്തേനും ഒരുപാട് പേർക്ക് ആ ഫ്ലൈറ്റിനകത്ത് ഇരുന്നിട്ടുള്ള ആ ഒരു ജർക്ക് കാരണം ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ചിരിച്ചുപോയി. നമ്മുടെ ഈ കാറിനൊക്കെ ഇലക്ട്രിക് സീറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഡ്രൈവർ സീറ്റോ അല്ലെങ്കിൽ പാസഞ്ചർ സീറ്റോ ഒക്കെ ഇലക്ട്രിക് ആയിട്ട് മോട്ടോർ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന, സ്വിച്ച് വെച്ചിട്ട് പൊക്കാനും താക്കാനും മുന്നോട്ടും പുറകോട്ടും മാറ്റാനും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ അതിന്റെ ചാര് മാറ്റാനും ഒക്കെ ആയിട്ട് ഇലക്ട്രിക് സീറ്റ് ഉണ്ട്, ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ട്. അതുപോലെ തന്നെയാണ് ഈ വിമാനത്തിലെ പൈലറ്റിന്റെ സീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ ഓപ്പറേറ്റഡ് സീറ്റ് പെട്ടെന്ന് എന്തോ കാരണം കൊണ്ട് ഒരുപാട് മുന്നോട്ടേക്ക് വന്നു സഡൻലി. ഒന്നാമത് ഈ മോട്ടോർ ഓപ്പറേറ്റഡ് എന്ന് പറയുന്ന അത്ര സഡൻ ആയിട്ട് പെട്ടെന്ന് മുന്നോട്ട് വരില്ല, പതുക്കെ വരുള്ളൂ. വന്നു കഴിഞ്ഞപ്പോൾ പൈലറ്റിന്റെ കൈ എവിടോ കൊണ്ട് ഓട്ടോ പൈലറ്റിന്റെ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പൊ ഓട്ടോ പൈലറ്റിന്റെ സ്വിച്ച് ഓഫ് ആയി പോയി കഴിഞ്ഞപ്പോഴത്തേനും ലെവൽ ഫ്ലൈറ്റിലുള്ള ഈ വിമാനം നേരെ മൂക്കും കുത്തി താഴേക്ക് വന്നു എന്നാണ് ഇവരുടെ ഫൈൻഡിങ്. ഇത് ആവിയേഷൻ ടെക്നോളജിയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള അറിയാവുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം ഇത് വെറും കോസ്റ്റ് ആണെന്നുള്ളത്. അത് ടെക്നിക്കൽ ഗ്ലിച്ച് തന്നെയാണ്, പക്ഷെ അതിനെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ബോയിങ് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്പെർട്സ് ആണ് ഈ പറയുന്നത്. ആര് ചോദിക്കേണ്ട ആൾക്കാർ തന്നെ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷനെ ഒന്നും നമുക്ക് 100% വിശ്വസിക്കണ്ട. പിന്നെ ഇത് വളരെ നിഷ്പക്ഷമായിട്ടൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഇതിന്റെ പ്രശ്നം എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാനുഫാക്ചറും കൂടെ അല്ലെങ്കിൽ ഡിസൈൻ എഞ്ചിനീയേഴ്സും കൂടെ സഹകരിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഗ്ലിച്ചും ടെക്നിക്കൽ ഗ്ലിച്ചും ക്രാഷായി സമ്പൂർണ്ണമായിട്ട് കത്തിപ്പോയ ഒരു വിമാനത്തിൻ്റെത് ഇനി ആരെന്ത് തിയറി ഉണ്ടാക്കി കഴിഞ്ഞാലും അത് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതുപോലുള്ള ഇൻഡിക്കേഷൻസ് വെച്ച് ഇതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാഡക്കിൽ എന്തെങ്കിലും തെറ്റായ സന്ദേശം പോയിട്ടാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ അവർക്ക് കണ്ടുപിടിക്കാൻ അത്രയും അധികം ഇൻട്രസ്റ്റോട് കൂടി അതിന്റെ മാനുഫാക്ചറേഴ്സിന്റെ ലെവലിൽ തന്നെ അതിന്റെ ഡിസൈൻ എഞ്ചിനീയേഴ്സിന്റെ ലെവലിൽ തന്നെ ഉള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇവിടുത്തെ മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സിനൊന്നും അത്രയും സൂക്ഷ്മമായിട്ട് അതിലേക്ക് നുഴഞ്ഞു കയറി അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് പൈലറ്റിന്റെ മണ്ടേ തന്നെ ഇരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞ് നമ്മൾ ആ ഒരു മെക്കാനിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പ്രോബ്ലം അല്ല എന്നുള്ളത് കംപ്ലീറ്റ്ലി റൂൾ ഔട്ട് ചെയ്തതിന് ശേഷമേ നമ്മൾ പൈലറ്റിന്റെ പിന്നാലെ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ എവിഡൻസ് വേണം സമ്പൂർണ്ണമായിട്ടും പൈലറ്റ് ചെയ്തതാണെന്നുള്ളത്. ഇത് സ്വിച്ച് ഓഫ് ആയി എന്ന് പറയുന്നത് ഫിസിക്കലി ഓപ്പോസിഷനിലല്ല സ്വിച്ച് കാണിച്ചിരിക്കുന്നത്, ഫിസിക്കലി ഓൺ പൊസിഷനിലാണ്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിലാണ് സ്വിച്ച് ഓഫ് എന്ന് കാണിക്കുന്നത്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ സ്വിച്ച് ഓഫ് എന്ന് കാണിക്കുന്നത് അത് എന്തെങ്കിലും കാരണവശാൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്താൽ FDRൽ അങ്ങനെയേ കാണിക്കൂ. ഇതറിയാത്തത് കൊണ്ടാണ് ആളുകൾ ഇത് പൈലറ്റ് ചെയ്ത പണിയാണ്, എന്തോ മണ്ടത്തരോ കാണിച്ചത്, അതൊക്കെ തന്നെ എന്നെ ഇന്ന് 2-3 ഫോണിൽ വിളിച്ച് ചോദിച്ചു. മരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ മനസാക്ഷി വല്ലതും ഉണ്ട്, എല്ലാവരും കൂടെ കൊണ്ടുപോയേക്കാൻ തീരുമാനിക്കും, അങ്ങനെയല്ലേ സാറേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയാൻ അങ്ങനൊന്നും അല്ല, ഇതൊക്കെ വെറുതെ നമ്മൾ പറഞ്ഞു പരത്താതെ എന്നാണ് ഞാൻ പറഞ്ഞു. ഇതാണ് എൻ്റെ ഒരു വളരെ ശക്തമായ വ്യൂ.